പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്ന് സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. പദ്ധതി ആരംഭിക്കുന്ന ഭൂമി പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ ബിജെപി കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. സമരക്കാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ ഉദ്യോഗസ്ഥർക്കായില്ല. ജനം ടിവിയാണ് സർക്കാർ ഡാമിനോട് ചേർന്ന് മാലിന്യ പ്ലാന്റ് ആരംഭിക്കാൻ പോകുന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത്. പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിലെ മാന്തുരുത്തിയിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. സ്വകാര്യ കമ്പനിയുടെ കൈവശമുള്ള 33 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങി അവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങാനാണ് നീക്കം. സാമൂഹിക ആഘാത പഠനം പോലും നടത്താതെയുള്ള സർക്കാരിന്റെ നീക്കം സംബന്ധിച്ച വാർത്ത ജനം ടിവി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇന്ന് ഭൂമി പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥ സംഘം മാന്തുരുത്തിയിലെത്തിയത്. ഇവരെ ബിജെപി കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് തടഞ്ഞു. ഉദ്യോഗസ്ഥരോട് നിരവധി ചോദ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് ജനങ്ങൾ വലിയ ആശങ്ക പറഞ്ഞ് സമരം നടത്തി പുതുശ്ശേരി പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം മലമ്പുഴ ജലാശയത്തിനടുത്ത് ഇങ്ങനെ പ്ലാൻ വരില്ല എന്ന് സർക്കാർ നമ്മൾക്ക് ഉറപ്പ് തന്നതാണ്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട എംഎൽഎയും സംസ്ഥാന സർക്കാരും. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ അതിൻ്റെ വശങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നേരത്തെ സർവേ നമ്പറുകളൊക്കെ മാറ്റി ഇപ്പോൾ സർവേ നമ്പറുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ശരിയായിട്ടുള്ള സർവേ നമ്പർ ഇട്ട് ഈ സ്ഥലം അക്വയർ ചെയ്യാൻ വന്നിട്ടുള്ളത് തികച്ചും പ്രതിഷേധാർഹമാണ്. പുതുശ്ശേരി പഞ്ചായത്തിലും മലമ്പുഴ പഞ്ചായത്തിലും മലമ്പുഴ മണ്ഡലത്തിലെ ആളുകളും പാലക്കാട് നഗരത്തിലും താമസിക്കുന്ന ആളുകൾ സമ്മതിക്കില്ല. ഇത് ജനങ്ങൾ ഞങ്ങൾക്ക് അനുവദിക്കില്ല. എന്തിൻ്റെ ഉത്തരവാണ് അത് നിങ്ങൾ പറയണം. എന്തിൻ്റെ ഉത്തരവത്തിലാണ് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഇത്രയും വലിയ ജലാശയത്തിനടുത്ത് ഈ മാലിന്യ പ്ലാന്റ് കൊണ്ടുവരുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. നെഗോഷ്യബിൾ പർച്ചേസ് നടത്തിയിട്ടാണോ എന്താണെന്ന് ഏറ്റെടുക്കുന്നത് അറിയണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് ഇത് ചോദിക്കുന്നത്. കാരണം നിങ്ങൾ ഈ പറയുന്നത് പോലെ സ്വകാര്യ വ്യക്തിയുടേതാണ് ഈ 33 ഏക്കർ ഭൂമി. ഈ ഭൂമി സർക്കാർ സർവ്വസന്നാഹങ്ങളും എടുത്ത് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഇവിടെ അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത് സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയാണോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. അവർ നിങ്ങൾക്ക് വല്ല പൈസ തന്നിട്ടാണോ, റിക്വസ്റ്റ് നൽകിയിട്ടുണ്ടോ? ഇല്ല. ഇനി സർക്കാരിന് വേണ്ടിയിട്ടാണെങ്കിൽ സർക്കാരിന്റെ എന്ത് പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവുമല്ലോ. ഉത്തരവോ പ്രൊസീജറോ ഇല്ലാതെ നിങ്ങൾക്ക് വരാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ ഏത് പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നത്? എന്നാൽ ചോദ്യങ്ങളിൽ വ്യക്തമായ മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർക്കായില്ല. പ്രൈമറി റിപ്പോർട്ടിലുള്ള ചില പ്രശ്നങ്ങൾ സർവേ നമ്പറുള്ള ക്ലാരിറ്റി കുറവ് തീർക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടാണ് കൊടുത്താൽ മറ്റ് പ്രോജക്റ്റ് ഉണ്ടാവുള്ളൂ. അത് ആ ഘട്ടത്തിലേക്ക് സാനിറ്ററി വേസ്റ്റ് അല്ലേ? സാനിറ്ററി വേസ്റ്റ് അല്ലേ? ഇതേ കൃത്യമായിട്ട് സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞൊരു ഉത്തരവ് ഇറങ്ങിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡെപ്യൂട്ടി കളക്ടറും ഭൂരേഖ തഹസിൽദാരും അടങ്ങുന്ന സംഘമാണ് ഭൂമി പരിശോധിക്കാനായി എത്തിയത്. പ്രതിഷേധം കണക്കിലെടുത്ത് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി. മലമ്പുഴ ഡാമിലെ ജലത്തെ ഉൾപ്പെടെ മലിനമാക്കാൻ സാധ്യതയുള്ള പദ്ധതി യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ബിജെപിയും കോൺഗ്രസും മറ്റ് പരിസ്ഥിതി സ്നേഹികളും. ജനം, പാലക്കാട്.